ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസ്, +2 പ്രിലിംസ്, സെയിൽസ്മാന്, CPO അങ്ങനെ എല്ലാ എക്സാമുകൾക്കും മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ് ഇംഗ്ലീഷിൻ്റേത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ വൊക്കാബുലറി സെക്ഷൻ്റെ ആദ്യത്തെ പാർട്ടായിട്ടുള്ള സിംഗുലർ ആൻഡ് പ്ലൂറൽ വേർഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ജെൻഡറിൻ്റെ വീഡിയോയും നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോസ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം. നമ്മൾ PYQസും അതുപോലെ PSC ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രം, ഒരുപാട് ചപ്പൻ ചവറൊന്നും ഇല്ല, ആവശ്യമുള്ള വാക്കുകൾ മാത്രം നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെന്ന് തോന്നിയാൽ ഈ ഒരു വീഡിയോയും കാണുക, അത് നിങ്ങൾ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന കളക്റ്റീവ് നൗൺ ആണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഭാഗം അങ്ങ് കഴിഞ്ഞു കിട്ടും. അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. മലയാളത്തിൻ്റെ ക്ലാസ്സസും പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ തരുന്നുള്ളൂ. അത്രയും കാര്യം നിങ്ങൾ പഠിച്ചു നോക്കും. നിങ്ങളിപ്പോൾ PSC കുറേ നാളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. ഇപ്പം നിങ്ങളൊരു ബിഗിനറാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഇത്രയും കാര്യം ആദ്യം പഠിക്കുക. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. നിങ്ങൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ നമ്മളിടുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ടോപ്പിക്കിൻ്റെ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് PSC ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കിട്ടും. പിന്നെ എക്സ്ട്രാ പഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത്. 10th പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ LDCയുടെ എക്സാം കഴിഞ്ഞിട്ട് കുറേ പേരൊക്കെ ലിസ്റ്റിലല്ല സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജൊക്കെ വന്നിട്ടുള്ളവരുണ്ടായിരിക്കും, ചിലർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുകയില്ല. അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ കാണും. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല. PSC എന്ന് പറയുന്നത് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാം പോയി എന്ന് കണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒരു പോയിന്റിലെത്തുമ്പോൾ എന്താണെങ്കിലും നമ്മൾ പഠിച്ചൊരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നതിനുള്ള ആ ഒരു എന്നാണെങ്കിലും നമുക്ക് എപ്പോഴാണെങ്കിലും ലഭിക്കും. അപ്പം നിങ്ങൾ ഇപ്പോൾ 10th പ്രിലിംസോ LDCയോ ഏതെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരാളാണ്, വിഷമിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. ഇനിയിപ്പോൾ വരുന്ന എക്സാമുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതുപോലെ സെയിൽസ്മാൻ ഒന്നും ഇപ്പം പ്രിലിംസ് ഇല്ല, അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഇല്ല, CPOയുടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു സുവർണ്ണ അവസരം തന്നെയാണ്. നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനും കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം, ഒരുപാട് പഠിക്കുന്നത് നല്ലതാണ്. എന്നാലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് ചോദിക്കുന്നതെന്ന് കണ്ടിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ആക്കുന്ന ഒരു ചാനലാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ഒരു സ്മാർട്ട് വർക്ക് എന്നൊരു രീതിയിലാണ് പോകുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു PSC പരീക്ഷ എഴുതാനായിട്ട്, ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ PSC എന്നാന്ന് പോലും അറിയത്തില്ല. അപ്പം ഒരാളൊരു സിലബസ് എടുക്കുന്നു, ആ സിലബസ് വെച്ച് പഠിക്കാൻ തുടങ്ങുന്നു. ആ ഒരു റാങ്ക് ഫെയിൽ കാണുമ്പോഴേ നമ്മുടെ ഉള്ള ഗ്യാസൂടെ പോവും, മൊത്തം പഠിച്ചെന്ന് തീരും എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ ഒരു ഒരു അടിസ്ഥാനം ഞങ്ങൾ തരുക ചെയ്യുന്നത്. നമുക്ക് ഒരുപടി മുന്നിലോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്, ആദ്യം ഒരു ബേസ് അല്ലേ ഉണ്ടാവേണ്ടത്. അപ്പം ഞങ്ങൾ അത്തരത്തിൽ ഈ ഇട്ടേക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ PSCന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. PSCയുടെ ഒരു മെയിൻ പ്രത്യേകത എന്താണ്? റെപ്പിറ്റേഷനാണ്. അപ്പോൾ ആ റെപ്പിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 1% മാർക്ക് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതാണെന്നാ പറഞ്ഞത്, കളക്റ്റീവ് നൗൺസ് ആണ്. ഇത്രയും ഒറ്റ വീഡിയോ ഉള്ളൂ. ഇത്രയും കളക്റ്റീവ് നൗൺസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഈ 3 ടോപ്പിക്കോട് ചേരുന്നതാണ് ഒരു ടോപ്പിക്കായിട്ട് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 മാർക്ക് ഇപ്പം കളക്റ്റീവ് നൗൺസ്, സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, ഇതിനെല്ലാം കൂടെ 1 മാർക്ക്, കൂടിപ്പോയ 2 മാർക്ക്, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അപ്പോൾ 1 മാർക്ക് ഇതിന് ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കുന്നതിലും PSC ചോദിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നു തോന്നിയാൽ, ഞങ്ങളുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. PSC പഠിക്കുന്ന ഒരുപാട് പേര് കാണുമല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ. അപ്പോൾ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കളക്റ്റീവ് നൗൺസ് ആണ്. ആദ്യത്തേത് ആർമി. ആർമി എന്ന ആ ഒരു കളക്റ്റീവ് നൗൺ വെച്ച് ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? ആർമി ഓഫ് സോൾജിയേഴ്സ്, ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ്, ആർമി ഓഫ് ആൻസ്. ഏതൊക്കെയായിരുന്നു? ആർമി ഓഫ് സോൾജിയേഴ്സ്, ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ്, ആർമി ഓഫ് ആൻസ്. ഇനി അടുത്തതാണ് കോളനി. കോളനി കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് കോളനി ഓഫ് ആൻസ്, കോളനി ഓഫ് ബാറ്റ്സ്, അതുപോലെ കോളനി ഓഫ് പെൻഗ്വിൻസ്. അപ്പം കുറച്ച് വാക്കുകളും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കോളനി ഓഫ് ആൻസ്, കോളനി ഓഫ് ബാറ്റ്സ്, കോളനി ഓഫ് പെൻഗ്വിൻസ്, കോളനി ഓഫ്
ബാഡ്ജേഴ്സ്, കോളനി ഓഫ് ബീവേഴ്സ്, കോളനി ഓഫ് ഫ്രോഗ്സ്, കോളനി ഓഫ് ഗൾസ്, മൈക്രോബയോളജിസ്റ്റ്, റാബിറ്റ്സ്, റാറ്റ്സ്, സീൽസ്, വാസ്പ്സ്, ബീസ്. ഈ പറഞ്ഞേക്കുന്ന എല്ലാം കോളനി തന്നെയാണ് അതിൻ്റെ കളക്റ്റീവ് നൗണായിട്ട് വരുന്നത്. അതിൻ്റെ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് കോളനി ഓഫ് ആൻസ്, കോളനി ഓഫ് ബാറ്റ്സ്, അതുപോലെ കോളനി ഓഫ് പെൻഗ്വിൻസ്, റാറ്റ്സ്, ഇത്രയൊന്നും ഓർത്തിരിക്കുക. ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അത് കോളനിയാണ് അതിൻ്റെ കളക്റ്റീവ് നൗണായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് എ ബാൻഡ്, ബാൻഡ് ഓഫ് ഗൊറില്ലാസ്, ബാൻഡ് ഓഫ് ഗൊറില്ലാസ്, ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്, ബാൻഡ് ഓഫ് ഗൊറില്ലാസ്, ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. മ്യൂസീഷ്യൻസിൻ്റെയൊക്കെ നമുക്കറിയാം ബാൻഡ് എന്നാണല്ലോ പറയുന്നത്. അപ്പം ഗൊറില്ലാസും കൂടെ, ഗൊറില്ലാസൊക്കെ കാട്ടിലിരുന്ന് പാട്ട് പാടുന്നെന്നോ അങ്ങനെയല്ല നിങ്ങൾ ഓർക്കുക. അപ്പം ബാൻഡ് ഓഫ് ഗൊറില്ലാസും ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസും. അടുത്തത് ബാസ്ക്, ബാസ്ക് ഓഫ് ക്രൊക്കഡൈൽസ്, ബാസ്ക് ഓഫ് ക്രൊക്കഡൈൽസ്. നമ്മൾ ബാസ്കിൻ്റെ ആ ക്രൊക്കഡൈൽസ് മാത്രമേ മെയിനായിട്ട് പീസ് ചോദിക്കാറുള്ളൂ. അപ്പോൾ ബാസ്ക് ഓഫ് ക്രൊക്കഡൈൽസ് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞാലോ. ആർമി ഓഫ് സോൾജിയേഴ്സ്, ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ്, ആർമി ഓഫ് ആൻസ്. അടുത്തതാണ് കോളനി, കോളനി ഓഫ് ആൻസ്, കോളനി ഓഫ് ബാറ്റ്സ്, പിന്നെ എന്നാ പറഞ്ഞേ കോളനി ഓഫ് പെൻഗ്വിൻസ്, കോളനി ഓഫ് റാറ്റ്സ്, കോളനി ഓഫ് ബാഡ്ജേഴ്സ്, ബീവേഴ്സ്, ഫ്രോഗ്സ്, ഗൾസ്, മൈക്രോബയോളജിസ്റ്റ്, റാബിറ്റ്സ്, സീൽസ്, വാസ്പ്സ്, ബീസ്. ഓക്കെ, പിന്നെ നമ്മൾ എന്നാ പറഞ്ഞ ബാൻഡ്, ബാൻഡ് ഓഫ് ഗൊറില്ലാസ്, ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. ബാസ്ക് ഓഫ് എന്തായിരുന്നു, ബാസ്ക് ഓഫ് ക്രോക്കഡൈൽസ്, ബാസ്ക് ഓഫ് ക്രോക്കഡൈൽസ്. ഇനി ബാറ്ററി, ബാറ്ററി ഓഫ് ഗൺസ്, ഗണ്ണിൻ്റെ തന്നെ ബാറ്ററി ആണെന്ന് ഓർത്താൽ മതി, ബാറ്ററി ഇട്ട ഗണ്ണാന്ന് ഓർത്താൽ മതി, ബാറ്ററി ഓഫ് ഗൺസ്. പിന്നെ ബെഞ്ച്, ബാറ്ററി ഓഫ് ഗൺസ് ഓർക്കുക, ബാസ്ക് ഓഫ് ക്രോക്കഡൈൽസ് ഓർക്കുക. അത് രണ്ടോ PSC മെയിനായിട്ട് ചോദിക്കാറുള്ളൂ. ഇനി ബെഞ്ച്, ബെഞ്ച് ഓഫ് മജിസ്ട്രേറ്റ്സ്, മജിസ്ട്രേറ്റ്സ് നമ്മൾ ബെഞ്ച് പറയാറില്ലേ, മജിസ്ട്രേറ്റ്സ്. പിന്നെ ബെഞ്ച് ഓഫ് ജഡ്ജസ്, പാനൽ ഓഫ് ജഡ്ജസ് എന്നും പറയും. ബെഞ്ച് ഓഫ് ജഡ്ജസും ഉണ്ട്, പാനൽ ഓഫ് ജഡ്ജസും ഉണ്ട്. ബെഞ്ച് ഓഫ് മജിസ്ട്രേറ്റ്സ്, ബെഞ്ച് ഓഫ് ജഡ്ജസ്, പാനൽ ഓഫ് ജഡ്ജസ്. ഇനി ബഞ്ച്, ബെഞ്ചല്ല ബഞ്ച്, BUNCH, ബഞ്ച് ഓഫ് കീസ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന് ബൊക്കേറ്റ് എന്ന് പറയും കേട്ടോ. അതിൻ്റെ കളക്റ്റീവ് നൗൺ ആയിട്ട് ബൊക്കേറ്റ് എന്നൊരു വേർഡും കൂടെ ഉണ്ട്. അപ്പോൾ ബെഞ്ച് ഓഫ് കീസ്, ബെഞ്ച് ഓഫ് ഗ്രേപ്സ്, ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ ബൊക്കേറ്റ് ഓഫ് ഫ്ലവേഴ്സും കൂടെ ഉണ്ടെന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ ഗാർലാൻഡ്സ് ഓഫ് ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിന് തന്നെ 3 നമ്മൾ പറഞ്ഞു, ഗാർലാൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ എന്താ പറഞ്ഞത് ബൊക്കേറ്റ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു, ബാസ്ക് ഓഫ് ക്രോക്കഡൈൽസ്, ബാറ്ററി ഓഫ് ഗൺസ്, ബെഞ്ച് ഓഫ് മജിസ്ട്രേറ്റ്സ്, ബെഞ്ച് ഓഫ് ജഡ്ജസ്, പാനൽ ഓഫ് ജഡ്ജസ്, ബഞ്ച് ഓഫ് കീസ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവറിന് തന്നെ ബൊക്കേറ്റ് ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ ഗാർലാൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നും പറയും, അതുപോലെ ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, അടുത്താണ് ബെവി, ബെവി ഓഫ് ലേഡീസ്, ബെവി ഓഫ് ലേഡീസ്, ബെവി ഓഫ് ലേഡീസ്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ ഒന്നുകൂടെ നമുക്ക് ഓർത്ത് വയ്ക്കാമല്ലോ. ആർമി ഓഫ് എന്തായിരുന്നു, സോൾജിയേഴ്സ് ഉണ്ട്, കാറ്റർപില്ലേഴ്സ് ഉണ്ട്, ആൻസ് ഉണ്ട്. ആർമി ഓഫ് സോൾജിയേഴ്സ്, കാറ്റർപില്ലേഴ്സ്, ആൻസ്. ആർമി ഓഫ് സോൾജിയേഴ്സ്, കാറ്റർപില്ലേഴ്സ്, ആൻസ്. കോളനി ഓഫ് ആൻസ്, കോളനി ഓഫ് ബാറ്റ്സ്. പിന്നെ പെൻഗ്വിൻസ്, റാറ്റ്സ്, ബാഡ്ജേഴ്സ്, ബീവേഴ്സ്, ഫ്രോഗ്സ്, ഗൾസ്, മൈക്രോബയോളജിസ്റ്റ്, റാബിറ്റ്സ്, സീൽസ്, വാസ്പ്, ബീസ്. പിന്നെ ബാൻഡ് ഓഫ് ഗൊറില്ലാസ്, മ്യൂസീഷ്യൻസ്. ബാസ്ക് ഓഫ് ക്രോക്കഡൈൽസ്, ബാറ്ററി ഓഫ് ഗൺസ്, ബെഞ്ച് ഓഫ് മജിസ്ട്രേറ്റ്സ്, ബെഞ്ച് ഓഫ് ജഡ്ജസ്, പാനൽ ഓഫ് ജഡ്ജസ് ഉണ്ട്. പിന്നെ ബഞ്ച് ഓഫ് BUNCH, ബഞ്ച് ഓഫ് കീസ്, ഗ്രേപ്സ്, ഫ്ലവേഴ്സ്. അതിനകത്ത് ഫ്ലവേഴ്സിന് ഗാർലാൻഡ് ഓഫ് ഫ്ലവേഴ്സ് എന്നും പറയും, ബൊക്കേറ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്നും പറയും. അതുപോലെ ഗ്രേപ്സിന് ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നും ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് എന്നും പറയാറുണ്ട്. പിന്നെ പറഞ്ഞത് ബെവി ഓഫ് ലേഡീസ്, ബെവി ഓഫ് ലേഡീസ്. ബ്ലോട്ട് ഓഫ് ഹിപ്പോപ്പൊട്ടാം, ബ്ലോട്ട് ഓഫ് ഹിപ്പോപ്പൊട്ടാംസ്, ബ്ലോട്ട് ഓഫ് എന്താണ്, ഹിപ്പോപ്പൊട്ടാംസ്. ബ്രൂഡ് ഓഫ് ചിക്കൻസ്, ബ്രൂഡ് ഓഫ് ചിക്കൻ അല്ലെങ്കിൽ ഹെൻസ്, ബ്രൂഡ് ഓഫ് ചിക്കൻ അല്ലെങ്കിൽ ഹെൻസ്. ഹേർഡ് ഓഫ് കുറേയുണ്ട്, ഹേർഡ് ഓഫ് ഒരു കൂട്ടം എന്നൊരർത്ഥത്തിലാണ്. ഹേർഡ് ഓഫ് കാറ്റിൽ, കൗസ്, ബഫല്ലോ, എലഫന്റ്, സീബ്ര, ഡിയേഴ്സ്, ജിറാഫ്. അപ്പോൾ ഒരു കൂട്ടം എന്നൊരർത്ഥത്തിൽ ഇത് ഏത് ചോദിച്ചാലും ഏതാണ് എഴുതേണ്ടത്, ഹേർഡ്. ഹേർഡ് ഓഫ് കാറ്റിൽ, കൗസ്, ബഫല്ലോ, എലഫന്റ്, സീബ്ര, ഡിയർ, ജിറാഫ്. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സ്കൂള് അല്ലെങ്കിൽ ഷോള്,
സ്കൂള് അല്ലെങ്കിൽ ഷോള്. ഈ സ്കൂൾ ഓഫ് ഫിഷ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ്, സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ്. സ്കൂളിൻ്റെ ഒക്കെ മുറ്റത്ത് നമ്മൾ ചിലപ്പോൾ മീൻകുളമൊക്കെ കാണാറില്ലേ, ചില സ്കൂളുകളിൽ. അങ്ങനെ ഓർത്താൽ മീൻകുളം, സ്കൂളിലെ മീൻകുളം അല്ലെ ഫിഷ്. സ്കൂൾ ഷോൾ ഓഫ് ഫിഷ്, സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ്. പരേഡ് ഓഫ് എലഫൻസ്, എലഫൻസ് എല്ലാം കൂട്ടം കൂടി, മിക്കപ്പോഴും എലഫൻസ് ഒക്കെ കൂട്ടം കൂടിയല്ലേ നടക്കാറ്. അപ്പോൾ പരേഡിന് പോകാമെന്ന് ഓർത്താൽ മതി. പരേഡ് ഓഫ് എലഫൻസ്. സീൽ ഓഫ് സീബ്രാസ്, സീല് 2 വിസിലല്ലേ തുടങ്ങുന്നത്, സീബ്രാസ്, സീൽ ഓഫ് സീബ്രാസ്. ട്രൈബ് അല്ലെങ്കിൽ ട്രൂപ്പ് ഓഫ് മങ്കീസ്, ഈ കുരങ്ങുകളെല്ലാം കൂട്ടം കൂടി നടക്കുകയല്ലേ, അപ്പം ഒരു ട്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു ട്രൈബാണ്, കുരങ്ങിൻ്റെ ഒരു ട്രൈബുണ്ട്, അങ്ങനെയല്ല ഓർക്കാം. അപ്പോൾ ട്രൈബ് അല്ലെങ്കിൽ ട്രൂപ്പ് ഓഫ് മങ്കീസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എന്തൊക്കെയാ? ബേബി ഓഫ് ലേഡീസ്, ബ്ലോട്ട് ഓഫ് ഹിപ്പപ്പൊട്ടാമി, ബ്രൂഡ് ഓഫ് ചിക്കൻ അല്ലെങ്കിൽ ഹെൻസ്, ഹേർഡ് ഓഫ് കാറ്റിൽ, കൗസ്, ബഫല്ലോ, എലഫന്റ്, സീബ്ര, ഡീസ്, ജിറാഫ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ്, പരേഡ് ഓഫ് എലഫൻസ്, സീൽ ഓഫ് സീബ്രാസ്, ട്രൈബ് അല്ലെങ്കിൽ ട്രൂപ്പ് ഓഫ് മങ്കീസ്. ഇനി പാർലമെന്റ് ഓഫ് ഔൾസ്, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. പാർലമെന്റ് ഓഫ് ഔൾസ് ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഔൾസ്, ഈ മുഖങ്ങളെല്ലാം പാർലമെന്റിൽ പോയിരിക്കുവാന്ന്, പാർലമെന്റിലെ പോലെ ഇവ മിണ്ടാതെയല്ലേ ഇരിക്കുന്നത്, എല്ലാവരും നിശബ്ദരാണ്, അല്ലെങ്കിൽ ഭയങ്കര ചിന്താഗതിയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഔൾസ് പാർലമെന്റാന്ന് ഓർത്ത് വെക്കുക. പാർലമെന്റ് ഓഫ് ഔൾസ്. പ്രൈഡ് ഓഫ് ലയൺസ്, ഇച്ചിരി അഹങ്കാരമൊക്കെ ഉള്ളവർ, ഇപ്പം ഇച്ചിരി പ്രൈഡൊക്കെ ഉള്ളവരല്ലേ ഈ ലയൺസ്, അല്ലെങ്കിൽ കാട്ടിലെ ഒരു മെയിൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ലയൺസ് ആണല്ലോ. അപ്പോൾ ആ ഒരു പ്രൈഡ് ഓഫ് ലയൺസ്. മർഡർ ഓഫ് ക്രോസ്, കാക്കനെ കൊന്നൊന്നുമല്ല ഓർക്കുക. മർഡർ ഓഫ് ക്രോസ്. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞേ? ട്രൈബ് അല്ലെങ്കിൽ ട്രൂപ്പ് ഓഫ് മങ്കീസ്, പാർലമെന്റ് ഓഫ് ഔൾസ്, പ്രൈഡ് ഓഫ് ലയൺസ്, മർഡർ ഓഫ് ക്രൗസ്. പാക്ക് ഓഫ് ഡോഗ്സ്. ഈ പാക്ക് ഓഫിന് കുറച്ച് വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് വൂൾസും ഡോഗ്സും ഫൂൾസ്, FOOLS, ഫൂൾസും ഓർത്തിരിക്കുക. ബാക്കി എന്തൊക്കെയാ? ഹൗൺസ്, ഫോക്സസ്, വോൾസ്, ആക്സസ്, കാർഡ്സ്, ലൈസ്, ബീഗിൾസ്. അതിന് മെയിനായിട്ട് വൂൾസും ഡോഗ്സും ഫൂൾസ്, FOOLS ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് പൈൽ ഓഫ് ബുക്സ്, പൈൽ ഓഫ് ക്ലോത്ത്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ പൈൽ ഓഫ് ബുക്സ്, പൈൽ ഓഫ് ക്ലോത്ത്സ്. ഇനി അറ്റ്ലസ് ഓഫ് മാപ്സ്. ഗാലക്സി അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്, അപ്പോൾ സ്റ്റാർസിൻ്റെ ഒക്കെ കൂട്ടത്തിന് നമ്മൾ ഗാലക്സി എന്ന് പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ ഗാലക്സി അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്. ഇപ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞേ? മർഡർ ഓഫ് ക്രോസ്, പാക്ക് ഓഫ് വൂൾസ്, ഡോഗ്സ്, ഹോൺസ്, ഫോക്സസ്, ആക്സസ്, കാർഡ്സ്, ലൈസ്, ബീഗിൾസ്. പൈൽ ഓഫ് ബുക്സ്, ക്ലോത്ത്സ്. അറ്റ്ലസ് ഓഫ് മാപ്സ്, ഗാലക്സി അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്. ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ്. ഡെൻ ഓഫ് സ്നേക്സ്. ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ഡെൻ ഓഫ് സ്നേക്സ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ഫ്ലീറ്റ് അല്ലെങ്കിൽ ഫ്ലോക്ക് കാറിനും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലീറ്റ് ഓഫ് ഷീപ്സ് ഉണ്ട്, ഫ്ലീറ്റ് അല്ലെങ്കിൽ ഫ്ലോക്ക് ഓഫ് കാർസ് എന്നും പറയാറുണ്ട്. ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, ഫ്ലീറ്റ് അല്ലെങ്കിൽ ഫ്ലോക്ക് ഓഫ് കാർസ്. ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, ഫ്ലൈറ്റ് ആണ് ബേർഡ്സ്. ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, അപ്പം ആ ഒരു പറക്കുന്നുള്ള അർത്ഥത്തിൽ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് നമുക്ക് ഓർക്കാൻ പറ്റും. പെട്രോൾ അല്ലെങ്കിൽ പോസ് ഓഫ് പോലീസ്മാൻ. കമ്പനി അല്ലെങ്കിൽ കാസ്റ്റ് ഓഫ് ആക്ടേഴ്സ്. ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്, നമ്മൾ വേറെ ഒരു ട്രൂപ്പ് പറഞ്ഞായിരുന്നല്ലോ, എന്തായിരുന്നു? ട്രൂപ്പ് ഓഫ് മങ്കീസ്. ഇത് TROUPE. മറ്റേ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ TROOP ആണ് മങ്കീസിൻ്റെ ട്രൂപ്പ്. ഇത് TROUPE, ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്. ബെൽ ഓഫ് പീൽ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒന്നുകൂടെ നോക്കാം. ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ്, ഡെൻ ഓഫ് സ്നേക്സ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, ഫ്ലോക്ക് ഓഫ് കാർസ്, ഫ്ലോക്ക് അല്ലെങ്കിൽ ഫ്ലീറ്റ് ഓഫ് കാർസ്, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, പെട്രോൾ അല്ലെങ്കിൽ പോസ് ഓഫ് പോലീസ്മാൻ, കമ്പനി അല്ലെങ്കിൽ കാസ്റ്റ് ഓഫ് ആക്ടേഴ്സ്, ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്, ബെൽസ് ഓഫ് പീൽ. ഇനി കുറച്ച് വാക്കുകൂടെ നോക്കാം. അത് അത്രയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഗാഗിൾ ഓഫ് ഗീസ്. ഹേർഡ് ഓഫ്
ലോക്കസ്, ഈ വെട്ടുകിളിക്കൊക്കെയാണ് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹേർഡ് ഓഫ് ലോക്കട്സ്. ഡെക്ക് ഓഫ് കാർഡ്സ്, ഡെക്ക് ഓഫ് കാർഡ്സ്. ലിറ്റർ ഓഫ് പപ്പീസ്, ലിറ്റർ ഓഫ് പപ്പീസ്. പോഡ് ഓഫ് ഡോൾഫിൻസ്, പോഡ് ഓഫ് ഡോൾഫിൻസ്. എ സ്റ്റഡ് ഓഫ് ഹോസസ്, സ്റ്റഡ് ഓഫ് ഹോസസ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ റെയർ ആയിട്ട് റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കാം. ഗാഗിൾ ഓഫ് ഗീസ്, ഹേർഡ് ഓഫ് ലോക്കസ്, ഡെക്ക് ഓഫ് കാർഡ്സ്, ലിറ്റർ ഓഫ് പപ്പീസ്, പോഡ് ഓഫ് ഡോൾഫിൻസ്, സ്റ്റഡ് ഓഫ് ഹോസസ്. ഇത്രയും കളക്റ്റീവ് നൗൺസ് നിങ്ങൾ പക്കയായിട്ട് പഠിച്ച് വെക്കുക. എഴുതി തന്നെ പഠിക്കുക. ഇത്രയും വാക്കുകളല്ലേ ഉള്ളൂ. ഒരു നോട്ട് എഴുതുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. അപ്പോൾ എഴുതി തന്നെ പഠിച്ചേക്കാം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൂടെ രേഖപ്പെടുത്താം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്